ഒരു ദിവസം പോലും ഈ പെൺകുട്ടികൾക്ക് ഭക്ഷണം കിട്ടിയിരുന്നില്ല. ഈ പെൺകുട്ടി ക്യാൻറ്റീനിൽ ലഞ്ച് കഴിക്കാൻ പോകുന്നു. എന്നാൽ പാത്രം തുറക്കുമ്പോൾ അവൾ ഞെട്ടുന്നു. 12 മണി കൂടി ആയിട്ടില്ല. അതിനു മുന്നേ ഭക്ഷണമെല്ലാം തീർന്നിരിക്കുന്നു. ടീച്ചർ വന്ന് നോക്കുന്നു. ഭക്ഷണം തീർന്നത് കണ്ടിട്ട് അവർക്ക് നല്ല വിഷമം വരുന്നുണ്ട്. ബോയ്സ് സ്കൂളിലുള്ള ആൺകുട്ടികൾ എല്ലാ ഭക്ഷണവും കഴിച്ചു തീർത്തിരിക്കുന്നു. പെൺകുട്ടികൾ പാവം എല്ലാവരും വിശന്നിരിക്കുന്നത് കണ്ട് പാവം തോന്നിയ ആ ടീച്ചർ ദേഷ്യത്തോടെ ബോയ്സ് സ്കൂൾ പ്രിൻസിപ്പലിനോട് പോയി ചോദിക്കുന്നു, നമ്മൾ ഒരുമിച്ച് ക്യാൻറ്റീൻ ഷെയർ ചെയ്യാമെന്ന് വാക്ക് തന്നതല്ലേ, പിന്നെ എന്തുകൊണ്ട് പെൺകുട്ടികൾക്ക് ഭക്ഷണം തീർന്നു പോയി എന്ന് ചോദിക്കുന്നു. എന്നാൽ ബോയ്സ് സ്കൂൾ പ്രിൻസിപ്പൽ പറയുന്നു, പെൺകുട്ടികൾ നല്ല പതിയെ വരുന്നത് കൊണ്ടാണ് ഭക്ഷണം പെട്ടെന്ന് തീർന്നു പോകുന്നത്. അടുത്ത തവണ നേരത്തെ വന്നാൽ ഭക്ഷണം കിട്ടുമെന്നും പറയുന്നു. അവർ ഒരു പ്ലാൻ ഉണ്ടാക്കുന്നു. അതായത് പെൺകുട്ടികളുടെ ടൈം ടേബിൾ ഒരു ചേഞ്ച് വരുത്തുക. ആ ടീച്ചർ നേരത്തെ എഴുന്നേറ്റു, ബ്രഷ് ചെയ്തു, ടോയ്ലറ്റിൽ പോയി, ക്യാൻറ്റീനിൽ പോയി, എല്ലാം സ്റ്റോപ്പ് വാച്ച് വെച്ച് ടൈം കാൽക്കുലേറ്റ് ചെയ്ത് സെറ്റാക്കി. പുതിയ ടൈം ടേബിൾ പ്രകാരം അവർ കുട്ടികളെ 5 മണിക്ക് എഴുന്നേൽപ്പിച്ചു. ഇനി മുതൽ എല്ലാവരും പുതിയ ടൈം ടേബിൾ വെച്ച് റെഡിയാകണമെന്ന് പറയുന്നു. അടുത്ത ദിവസം മുതൽ എല്ലാ പെൺകുട്ടികളും ഒരുമിച്ച് ബ്രഷ് ചെയ്യാനും കുളിക്കാനും ടോയ്ലറ്റിൽ പോകാനും തുടങ്ങി. പക്ഷേ തിരക്ക് കാരണം എല്ലാവർക്കും കാത്തു നിൽക്കേണ്ടി വന്നു. എന്നാൽ സാധാരണത്തെക്കാട്ടിലും പതുക്കെയാണ് കാര്യങ്ങളെല്ലാം നടന്നത്. ചിലർക്ക് അപ്പോഴും ഭക്ഷണം ലഭിച്ചിരുന്നില്ല. കൂട്ടത്തിലൊരു കുട്ടി നല്ല സ്ലോ ആയിരുന്നു. അവൾ വിശപ്പ് കൊണ്ട് കരയുന്നത് കണ്ട് അവളുടെ റൂംമേറ്റ് പുതിയൊരു പ്ലാൻ ഉണ്ടാക്കി. അതായത് കുറച്ചു പേർ പല്ല് തേക്കാനും മുഖം കഴുകാനും പോകുക, ആ സമയത്ത് മറ്റുള്ളവർ ബാത്റൂം യൂസ് ആക്കുക എന്ന് തിരിച്ചും അത് മാറ്റി മാറ്റി ചെയ്യുക എന്നവർ പ്ലാൻ ചെയ്തു. എല്ലാ കുട്ടികൾക്കും ഇവർ ഈ പ്ലാൻ കൊടുത്തു. അടുത്ത ദിവസം 2 ഗ്രൂപ്പായി കുറച്ചുപേർ ടോയ്ലറ്റിൽ പോയി. ആ സമയം മറ്റുള്ളവർ പല്ല് തേക്കാൻ പോയി. അത് കഴിഞ്ഞ് ക്യാൻറ്റീനിൽ ഓടി. അവർ 2 ലഞ്ച് ബോക്സ് കൊണ്ടുപോയി, കിട്ടാത്ത കുട്ടികൾക്ക് കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ആൺകുട്ടികൾക്ക് ഇപ്പോൾ ഭക്ഷണം തീരാതെയായി. ബോയ്സ് സ്കൂളിലെ പ്രിൻസിപ്പൽ ഇത് കണ്ട് ദേഷ്യം വരികയും അവരെ വഴക്ക് പറയുകയും ചെയ്യുന്നു. എന്നാൽ ടീച്ചർ വളരെ ശാന്തമായി പറഞ്ഞു, ഞങ്ങൾ നിങ്ങൾ പറഞ്ഞത് അനുസരിച്ചതല്ലേ ഉള്ളൂ. പെൺകുട്ടികൾ കഴിച്ചു കഴിഞ്ഞ് ബോയ്സ് സ്കൂൾ പ്രിൻസിപ്പലിനെ കണ്ട് നന്ദി പറഞ്ഞിട്ട് പോയി.